സന്തോഷാണ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ പഴയകാല രീതികൾ പിന്തുടർന്ന് ഇപ്പോഴും ഈ കേരള യാത്ര നടത്തുന്ന മുന്നണികളുടെ തീരുമാനത്തെ കാണുന്നത്? നമ്മൾ കൊറോണ ാണ് ഇവിടെ എലക്ഷൻ നടത്തിയത്. നമ്മുടെ എലക്ഷൻ ഉണ്ടായില്ലേ? താങ്കൾ പറയുന്നത് വ്യക്തമല്ല. ഈ കൊറോണ കാലത്ത് ആ നമ്മൾ നമ്മുടെ എലക്ഷൻ ഉണ്ടായില്ലേ? അതെ, ഒരു യാത്ര നടത്തിയിട്ടില്ല. അന്നേരം എലക്ഷൻ ഉണ്ടായല്ലോ. ഭരിക്കുന്ന സർക്കാർ ആരായാലും ഇല്ലെങ്കിൽ ഏത് പാർട്ടി ആയാലും ജനങ്ങൾ നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഈ യാത്രയുടെ പോലും ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും കുറവ് ഇപ്പം എന്താ ജീവിക്കാൻ എളുപ്പമുള്ള ഒരു ജില്ല തിരുവനന്തപുരം ജില്ലയില് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 833 രൂപ കൊടുത്ത ഒരു മാസം വാടക കിട്ടുന്ന ഒരു സ്ഥലം കിട്ടുന്നത് ശ്രീ സന്തോഷ്, അത് എവിടെയാണ് ഈ 833 രൂപയ്ക്ക് ജീവിക്കാൻ ഒരു മാസത്തേക്ക് കിട്ടുന്ന സ്ഥലം? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതല്ല ഇന്നലെ ഇപ്പൊ ഇത് പിന്നെ MLA കോട്ടേഴ്സ്. MLA കോട്ടേഴ്സ് അല്ലല്ലോ, അത് MLA ഓഫീസ് അല്ലേ? MLA ഓഫീസ് 833 രൂപയ്ക്ക് ഒരു മാസം. 833 രൂപയ്ക്ക് MLA കുടുംബസമേതം താമസിക്കുന്ന അവിടെയാണോ? കുടുംബസമേതല്ല, ഒരു തട്ടുകട അവിടെ നിൽക്കട്ടെ സന്തോഷ്, ചോദിക്കട്ടെ. MLA ഓഫീസ് ഒരു നാട്ടിൽ നടത്തുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ആ MLA ഒരു ഓഫീസ് കൊടുക്കുന്നതിന് വാടക മേടിക്കുന്നതിന്റെ യഥാർത്ഥത്തിൽ തെറ്റല്ലേ? എന്തിനാണ് വാടക മേടിക്കുന്നത്? സാധാരണ ജനങ്ങൾ വന്ന് MLA കാണാനും MLAക്ക് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനും ഒരു സ്ഥലമല്ലേ? അത് ആ MLAയുടെ ഉത്തരവാദിത്തമല്ലേ? അതിന് 832 രൂപ തന്നെ എന്തിനാണ് വാടക മേടിക്കേണ്ട കാര്യം? പാവപ്പെട്ടവരുടെ തട്ടുകട അല്ലല്ലോ. ഒരു തട്ടുകട ഒരാളുടെ ജീവിതമാണെങ്കിൽ ഒരു മണ്ഡലത്തിലെ മുഴുവൻ പേരുടെയും കാര്യങ്ങൾ നോക്കാനല്ലേ MLA ഉള്ളത്. ആ MLAക്ക് ഒരു ഓഫീസ് വരുന്നതിന് അവന്റെ വാടകയുടെ കാര്യം നോക്കേണ്ട കാര്യമുണ്ടോ? അതിനെന്താണ് ഇത്ര പ്രശ്നം? ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ സൗജന്യമായി തന്നെ ചെയ്യേണ്ടതല്ലേ? അവിടെ ഒരു വാടക ഇല്ലാതെ ഓരോ MLAക്കും ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതിന് വരെ 832 രൂപ വാങ്ങിക്കല്ല വേണ്ടത്. വാങ്ങാനേ പാടില്ല സാർ. അല്ല, അത് തന്നെയാണ് ശരി. വാങ്ങാനേ പാടില്ലെന്നുള്ളതാണ് ശരി. അല്ലാതെ ഈ വാടക മേടിച്ചിട്ട് അതെന്തോ ഒരു കുറഞ്ഞ വാടകയായി പോയി എന്ന് പറയുന്നതിനകത്ത് അത് എന്ത് ന്യായമാണ് താങ്കൾ ഈ പറയുന്നത്? അവിടെ തിരുവനന്തപുരം MLAക്ക് താമസിക്കാൻ വീടാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് പറയാം ശരിയാണ്, MLAക്ക് 832 രൂപയ്ക്ക് വീട് കൊടുക്കുന്നു, അത് ന്യായമാണ്. ഇതങ്ങനെയല്ല, ഓഫീസല്ലേ അത്. ഇതെല്ലാം കണ്ടറിയാം. കാരണം അത് കണ്ടറിയാന്ന് പറയാം. താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായത്തിന് ന്യായം വേണ്ടേ സന്തോഷ്? ചുമ്മാ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഞാൻ ചുമ്മാതെയല്ല പറഞ്ഞത്. പാവപ്പെട്ട ജനങ്ങള് അവിടെ എവിടെ പോയാലും അത്രയും പണം കൂടുതൽ കൊടുത്ത് ജീവിക്കുമ്പോ അവിടെ ഒരു MLAക്ക് ജീവിക്കാൻ കൊടുത്തതാണോ ഇത്? പാവപ്പെട്ട ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു MLAക്ക് ഒരു റൂം കൊടുത്തോ അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുത്തോ അവിടെ MLA ഇരിക്കുന്ന ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? നമ്മളെ കയ്യിൽ നിന്ന് വൻ നികുതിയും വാങ്ങിയിട്ട് ഇവിടെ സാറ് ചിന്തിച്ചു നോക്കണം. ഈ MLA ഓഫീസിന് വേണ്ടി എത്ര അവിടെ നിയമസഭയിൽ നിന്ന് കൊടുക്കുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ശ്രീ സന്തോഷ്, താങ്കളോട് വളരെ കൃത്യമായി പറയാം. താങ്കൾ തെറ്റിദ്ധാരണ വെച്ച് സംസാരിക്കരുത്. ഒരു MLAക്ക് 25,000 രൂപ കിട്ടുന്നത് മണ്ഡലത്തിലെ തന്റെ ഓഫീസിന്റെ ആകെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്, വാടക കൊടുക്കാൻ വേണ്ടിയല്ല. 25,000 രൂപ കൊണ്ട് ഒരു MLAക്ക് ഒരു മാസത്തെ ഇത്തരം ചെലവുകളൊന്നും നടക്കുകയുമില്ല. അതിൽ എത്രയോ കൂടുതൽ ഓരോ MLAക്കും ചിലവാകും. ഒരു MLA എത്ര സ്ഥലത്ത് യാത്ര ചെയ്യേണ്ടി വരും? അഴിമതിക്കാരനില്ലാത്ത ഒരു MLA ആണെങ്കിൽ ഈ പണം വളരെ കുറവാണ്, അതിന് യാതൊരു സംശയവുമില്ല. ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് 832 രൂപ ഏതെങ്കിലും ഒരു MLAക്ക് അയാളുടെ വീട്ടിൽ ഭാര്യയും മക്കളുമായി താമസിക്കാൻ കൊടുക്കുന്ന സ്ഥലമല്ല. ഒരു MLA ഓഫീസിന് വേണ്ടി ഒരു സർക്കാർ സംവിധാനത്തിൽ ഓഫീസുകൾ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ തന്നെ സംവിധാനത്തിൽ ഓഫീസ് കൊടുക്കുന്നതിന് ആ വാടക കുറഞ്ഞു പോയി, അതുകൊണ്ട് മറ്റുള്ളവർക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, നേരത്തെയൊക്കെ മുൻകാലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം യാത്രകൾ അനിവാര്യമായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു പല മാർഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ആ കാലത്ത് സ്വന്തം അണികളെ ആവേശഭരിതരാക്കുക എന്നതിനപ്പുറത്തേക്ക് വോട്ട് കൂടുതൽ നേടാനോ അല്ലെങ്കിൽ ജനത്തിലേക്ക് ആശയങ്ങൾ എത്തിക്കാനോ ഈ യാത്രകൾക്ക്, ഈ കേരള യാത്രകൾ കൊണ്ട് കഴിയുമോ? 70കളില് ഒരു സൈക്കിളിൽ ഒരു മൈക്കും ഒക്കെ വെച്ച് അതിന്റെ ഒരു ബാറ്ററിയൊക്കെ ഫിറ്റ് ചെയ്ത് ആ സൈക്കിളിൽ പഞ്ചായത്ത് മുഴുവൻ നടന്നിട്ടുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അങ്ങനെയുള്ള യാത്രകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പഞ്ചായത്ത് മുഴുവൻ രാവിലെ തുടങ്ങും 8-9 മണിയാകുമ്പോൾ വൈകുന്നേരം പഞ്ചായത്തിന്റെ ഏതെങ്കിലും പ്രധാന കേന്ദ്രത്തിൽ ഈ യാത്ര സമാപിക്കും. അപ്പൊ ഈ പോകുന്ന ഓരോ പോയിന്റിൽ